എയർ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങിയ വ്യോമയാന മന്ത്രാലയം. ഫുക്കറ്റ് ദില്ലി വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതിൽ പൈലറ്റിന്റെ ലഹരി പരിശോധനാ ഫലം പോസിറ്റീവായതോടെയാണ് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൈലറ്റിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ എയർ ഇന്ത്യ എല്ലാ പൈലറ്റുമാർക്കും നിർബന്ധിത മയക്കുമരുന്ന് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനം കുറഞ്ഞത് 280 അടി താഴ്ചയിലേക്ക് പെട്ടെന്ന് പതിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട്. നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, അപ്പോൾ ഇത് സാങ്കേതിക തകരാറ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു ആകാശച്ചുഴി എന്ന് ആദ്യം കരുതി. പക്ഷേ അതിനേക്കാൾ ഉപരി ലഹരി ഉപയോഗിച്ചുകൊണ്ട്, കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് പൈലറ്റ് ഈ ഒരു ഫ്ലൈറ്റ് പറത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ആദ്യ 2 പരിശോധനാ ഫലങ്ങളും പോസിറ്റീവായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത്തരത്തിലൊന്നും ആവർത്തിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അന്ന് 20-ലധികം യാത്രക്കാർക്ക്, ജീവനക്കാർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് എയർ ഇന്ത്യ വലിയ ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുക്കുന്നുണ്ടല്ലേ നോബ്? ഷിയാസ്, ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് എയർ ഇന്ത്യയും ഒപ്പം വ്യോമയാന മന്ത്രാലയം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് എയർ ഇന്ത്യ എന്താണെങ്കിലും എല്ലാ പൈലറ്റുമാർക്കും ലഹരി പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഇന്നലെ മുതൽ അത് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. സാധാരണ റാൻഡമായി മാത്രമാണ് ഇടയ്ക്കിടെ ഇത്തരത്തിൽ പരിശോധന നടത്താറുള്ളത്. പക്ഷേ അതിനപ്പുറം കൃത്യമായി തന്നെ എല്ലാ തവണയും പരിശോധന നടത്തണം, ഒരുപക്ഷെ എല്ലാ ദിവസവും പരിശോധന നടത്താൻ നിർദ്ദേശത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നിരവധി യാത്രക്കാരുടെ ജീവൻ വെച്ചുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസത്തെ ദില്ലി ഫുക്കറ്റ് വിമാനത്തിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ പൈലറ്റ് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് 2 റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരുന്നത്. കഞ്ചാവാണ് ഇയാൾ ഉപയോഗിച്ചതെന്ന പ്രാഥമിക റിപ്പോർട്ടാണ്. പക്ഷേ ഇതിപ്പോൾ വ്യോമയാന മന്ത്രാലയവും എന്താണെങ്കിലും എയർ ഇന്ത്യയും അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും കഞ്ചാവാണ് ഉപയോഗിച്ചതെന്ന റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. ഒപ്പം എയർ ഇന്ത്യക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തുക ഫൈൻ അടിക്കാനുള്ള സാധ്യതയും ഉണ്ട്, പിഴ ചുമത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നൊരു ലഭിക്കുന്നുണ്ട്. ക്രിമിനൽ നടപടി ഈ പൈലറ്റ് നേരിടേണ്ടി വരും എന്നൊരു ലഭിക്കുന്നു. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം വിമാനത്തിന്റെ ഈ പറഞ്ഞ അപകടം ഉണ്ടായതിന് പിന്നാലെ വിമാനത്തിന്റെ വിവരങ്ങൾ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എയർബസ് ആണ്, അതായത് വിമാന നിർമ്മാണ കമ്പനി എയർബസ് ആണ് ഇത് പരിശോധിക്കുകയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എയർ ഇന്ത്യ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. 250 അടി താഴത്തേക്ക് പെട്ടെന്ന് വിമാനം പതിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടിൽ ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എയർബസ് കൂടുതൽ അന്വേഷണത്തിന് ഈ പറഞ്ഞ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിലെ വിവരങ്ങൾ സഹായകരമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണെങ്കിലും വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാർ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ തരത്തിൽ യാത്രക്കാരുടെ ജീവൻ അടക്കം വലിയ ഭീഷണിയാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായത് നമുക്കറിയാം. നിമിഷ നേരം കൊണ്ടാണ് വിമാനം ഒരു തീഗോളമായി മാറുകയും അതുണ്ടായിരുന്ന യാത്രക്കാർ ഒരാളുകയും ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്ത് സമാനമായ സാഹചര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് ഇപ്പോൾ എന്താണെങ്കിലും ലഹരി പരിശോധന എല്ലാ പൈലറ്റുമാരും നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വ്യോമയാന മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശത്തിന് ഒടുവിലാണ് എയർ ഇന്ത്യ ഇപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ പരിശോധന ആരംഭിച്ചു. വരും ദിവസങ്ങളിലും അത് തുടരും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ശരി.